മോഹൻലാലിൻ്റെ ചോട്ട മുംബൈ റീ റിലീസിനെത്തുകയാണ്. നാളെ ലിമിറ്റഡ് തിയേറ്ററുകളിലാണ് സിനിമ എത്താൻ പോകുന്നത്. നമുക്ക് പ്രീസെയിൽ കളക്ഷനിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 111ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറെക്കുറെ 9300 മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഗ്രോസായി നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്, അതായത് ഇന്ന് വൈകുന്നേരം 6:30 വരെയുള്ള കണക്കുകളാണ് ലഭിച്ചിരിക്കുന്നത്. 16,20,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ് സെയിൽ എന്ന് തന്നെ പറയാം. ആദ്യ ദിനം നമ്മൾ പ്രതീക്ഷിക്കുന്നു 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു റേഞ്ചിലായിരിക്കാം സിനിമ എത്താൻ പോകുന്നത്. ഈ മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. മോഹൻലാലും അതേപോലെ ജഗതിയുമൊക്കെ അഴിഞ്ഞാടിയിരിക്കുന്ന ഈ ഒരു സിനിമ ആർക്കൊക്കെയാണ് ഇഷ്ടം? അതെന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻസിലൂടെ പറയണം. നാളെ ഈ ഒരു സിനിമ കാണാൻ ആദ്യം തന്നെ പോകുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തണം. എന്തായാലും ഈ ഒരു സിനിമ ആ ഒരു കാലത്ത് അൻവർ റഷീദിൽ നിന്ന് മോഹൻലാലും കൂട്ടുകെട്ടിൽ വന്ന ചിത്രം വലിയ വിജയമായി മാറിയിരുന്ന ചിത്രമാണ്. വലിയ രീതിയിൽ 100 ദിവസം ഓടിയ ഈ ഒരു ചിത്രം വീണ്ടും റീ റിലീസിനെത്തുമ്പോൾ, ഇതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് റീ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമയാണെങ്കിലും പിന്നീട് 2 സിനിമകൾ വരുന്നത് കൊണ്ട് മാറ്റി വെച്ചതാണ്. നല്ല ഒരു റീ റിലീസ് ടൈം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മോഹൻലാലിന് ഇപ്പോൾ റീ റിലീസ് സിനിമയുടെ ആവശ്യങ്ങളില്ലെങ്കിൽ പോലും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നമുക്ക് വളരെ രസകരമാണ്. കാരണം ഒരുപാട് നാളുകളായി ഇങ്ങനെയുള്ള നല്ല സിനിമകൾ കണ്ടിട്ട്. ഏകദേശം ഒരു 10 വർഷമെങ്കിലും നമുക്ക് ഏകദേശം അടുത്തിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള സിനിമകൾ കണ്ട്. പല സിനിമകളും കോമഡി എന്ന് പറഞ്ഞു വരുമ്പോഴും എവിടേക്കോ വേണമെന്ന് വെച്ച് ഇരുന്ന് ചിരിക്കേണ്ട വരുന്ന അവസ്ഥയാണ് ഇന്ന് മലയാളത്തിലുള്ളത്. പ്രത്യേകിച്ച് ജഗതിയുടെയൊക്കെ അഭാവം ഭയങ്കരമായിട്ട് മലയാള സിനിമയെ ബാധിക്കുന്നുണ്ട്. ഈ ടീം അതിഗംഭീരമായിട്ട്, സിദ്ദിഖും അതേപോലെ മണിക്കുട്ടനും മോഹൻലാലും ഒപ്പം ഇന്ദ്രജിത്തും ഒക്കെ കൂടെ അടിപൊളിയാക്കിയ ഈ ഒരു സിനിമ, ജഗതിയുമൊക്കെ അഴിഞ്ഞാടിയ സിനിമ തന്നെയാണ്. ഈ ഒരു സിനിമ നമുക്ക് അത്ര രസകരം തന്നെയാണ്. ഇതിലുള്ള ഓരോ കഥാപാത്രവും അത്ര മനോഹരമായിട്ടുള്ളത് തന്നെയാണ്. രാജംബി ദേവിൻ്റെ ക്യാരക്ടറും അതേപോലെ തന്നെ ഭാവനയുടെ റോളും ഒക്കെ നമ്മളെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തിയ ചിത്രം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു കളക്ഷനോടെ സിനിമ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് നാളെ പോകുന്നത് ഒന്ന് കൈ ഉയർത്താം. നിങ്ങൾക്ക് കമൻസിലൂടെ വരാം. ലാൽ സലാം.